ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് സ്റ്റാർ ആവാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലം പുഡിംഗ് ആട്ടോ ഇന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ഇതൊരു പരീക്ഷണമാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചെറിയ ക്വാണ്ടിറ്റിയിലാട്ടോ ഇന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ഒരു സോസ് പാനിലേക്ക് 5 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കാം. പിന്നെ അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോഫി ഫ്ലേവറിലുള്ള പുഡിങ്ങാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അതിലേക്ക് 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു ട്രേയിലേക്ക് ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് സെറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. സെറ്റ് ആയതിനു ശേഷം ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇളനീർ പുഡിങ്ങൊക്കെ ചെയ്തെടുക്കുന്ന പോലെ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് അത് ഏതിലാണോ നമ്മൾ പുഡിങ് സെർവ് ചെയ്യുന്നത് സെറ്റ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് 1/2 കപ്പ് വെള്ളത്തിലൊന്ന് സോക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പാലും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക കേട്ടോ. പഞ്ചസാരക്ക് പകരം കണ്ടൻസ് മിൽക്കും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ വീതം ബൂസ്റ്റ് പൗഡറും 1 ടീസ്പൂൺ കോഫി പൗഡറും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അരിപ്പ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ജെല്ലും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം സെറ്റാക്കി എടുക്കാം. നമുക്ക് നല്ല അടിപൊളി നല്ല ക്രീമി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കോഫി ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു പുഡിംഗ് എന്തായാലും ഇഷ്ടമാവും. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റമാണ്.